ടോപ്പ് ലീഡർ നിയമനം ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നെന്ന മുഖ്യമന്ത്രിയുടെ വാദം തള്ളി സംഘടനാ നേതൃത്വം. അനർഹരായ പലരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് PK അബ്ദുൾ റഹ്മാൻ. KSU ഉന്നയിച്ച 2 പേരുകൾ അനർഹരാണ്. ലീഡർ നിയമനത്തിൽ പരാതിയുമായി സമീപിച്ചപ്പോൾ മുഖ്യമന്ത്രി അവഗണിച്ചു. VD സതീശൻ അധികാരം കിട്ടിയപ്പോൾ അൽപ്പനെ പോലെ പെരുമാറുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒന്നും പറയാനാകില്ലെന്നും അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. നിയമനങ്ങളിൽ അംഗീകരിക്കപ്പെട്ട ലോയേഴ്സ് കോൺഗ്രസ് ആയിട്ടുള്ളവരെ അംഗീകരിക്കുകയും അല്ലാത്തവരെ കുറിച്ച് നമ്മൾ അംഗീകരിക്കുന്നുമില്ല. അതാണ് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി അത് പറയാൻ വേണ്ടിയിട്ട് ധൈര്യപൂർവ്വം മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റിയത് ഈ അവസാനത്തെ ലിസ്റ്റ് വന്നപ്പോൾ മാത്രമാണ്. അതൊരു അദ്ദേഹത്തിനെക്കുറിച്ച് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ അതിലിരട്ടിയായിട്ടുള്ള ആളുകൾ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ലിസ്റ്റിൽപ്പെടാത്ത 3 പേര് രാജിവെച്ച് ലിസ്റ്റിൽപ്പെട്ട ആളുകളായിരുന്നല്ലോ. നിയമിക്കപ്പെട്ടു തുറന്നു പോകുമായിരുന്നല്ലോ, അവരുണ്ടാവുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ 3 പേര് രാജിവെച്ചു. പക്ഷേ ഇനി രാജിവെക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട്. കാരണം ആ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. അതൊരു സൗഹാർദ്ദമായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പരാതി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 4-ാം തീയതി സംഭവം ഉണ്ടായപ്പോൾ നേരിട്ടും 9-ാം തീയതി ഒരു ലെറ്റർ മുഖേനയും ബോധ്യപ്പെടുത്തുന്നത്. അനിൽ ജോർജ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനിൽ, വലിയ വിവാദം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അതിലാണിപ്പോൾ ലോയേഴ്സ് കോൺഗ്രസും മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ തള്ളി പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് കള്ളമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ലോയേഴ്സ് കോൺഗ്രസ് അനുവദിച്ച അല്ലെങ്കിൽ അനുമതി നൽകിയ ആളുകളിൽ നിന്നുമാണ് നിയമനം നടത്തിയത് എന്നുള്ളതാണ്. KSUവും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ KSU പ്രസിഡന്റും മുഖ്യമന്ത്രിയും 2 തട്ടിലാണ്. അപ്പോൾ വലിയ തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു വിമർശനമാണല്ലോ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് നേതാവും കൂടി ഉന്നയിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? സ്വാതി, കടുത്ത വിമർശനമാണ് ലോയേഴ്സ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. കടുത്ത അസംതൃപ്തി ലോയേഴ്സ് കോൺഗ്രസിന് ഈ വിഷയത്തിലുണ്ട്. സാങ്കേതികമായി മാത്രം മുഖ്യമന്ത്രി പറയുന്നത് പോലെ സാങ്കേതികമായി മാത്രമാണ് ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ നിന്നും നിയമനം നടന്നിട്ടുള്ളത്. ബാക്കി മറ്റ് കാര്യങ്ങൾ, അതായത് ആ ലിസ്റ്റിൽ പോലും അനർഹരായ പലരും കടന്നുകൂടുകയും ചെയ്തു. അതിൽ തന്നെ ഏറ്റവും ജൂനിയറായ 2 പേരുടെ പേരിലാണ് ഇപ്പോൾ KSU അടക്കം വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇവരൊക്കെ എങ്ങനെ ലിസ്റ്റിൽ കടന്നുകൂടിയെന്ന് തനിക്ക് അറിഞ്ഞുകൂടാ, ലോയേഴ്സ് കോൺഗ്രസിലുള്ള ആളുകൾക്കും അറിഞ്ഞുകൂടാ എന്നാണ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പറയുകയും ചെയ്യുന്നത്. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിൽ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചു. പരാതി നേരിട്ട് പറഞ്ഞു, പക്ഷേ അവഗണിക്കുന്നു, ഞാനതൊന്നും കാര്യമാക്കുന്നില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. അതിനുശേഷം പിന്നീട് അടുത്ത തീയതിയിൽ അദ്ദേഹം രേഖാമൂലം പരാതിയുമായി മുഖ്യമന്ത്രിയെ വീണ്ടും സമീപിച്ചു. പക്ഷേ അപ്പോഴും മറുപടി ഇതേ രീതിയിൽ തന്നെയായിരുന്നു. കടുത്ത അവഗണനയാണ് തനിക്ക് അവിടെ നിന്ന് നേരിടേണ്ടി വന്നതെന്നും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. ആ ഓഫീസിൽ വെച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തനിക്കുണ്ടായ കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയാനില്ല. കടുത്ത വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ അത് പറഞ്ഞാൽ, താൻ തന്നെ അത് പറഞ്ഞാൽ അത് അതിശയോക്തിയായി പലരും കരുതിയേക്കാം എന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എന്നാണ് സംസ്ഥാന പ്രസിഡന്റ്, അതായത് ഒരു ഭരണത്തിലിരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് അങ്ങനെയാണ്. ആ പോഷക സംഘടന നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് നിയമനങ്ങൾ നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള മറുപടി ഈ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നത്. ഈ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലൊരു അവഗണന വന്നത് അല്പത്തം കൊണ്ടാണോ എന്ന് താനിപ്പോൾ പറയുന്നില്ല എന്നുകൂടി ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പറയുകയും ചെയ്തു. KSU അടക്കം ഉന്നയിച്ച വിഷയങ്ങളിൽ KSU സംസ്ഥാന പ്രസിഡന്റ് ഉയർത്തിയ ആരോപണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെയും ഇപ്പോഴുമുള്ള അസംതൃപ്തി. ശരിയാണ്.